ഇത് ആർക്കാണ് സമർപ്പിക്കുന്നത് ഈ വിജയം? വിജയം എന്തായാലും പേരൻസ് തന്നെയാണ്, പിന്നെ സഹകാരി ടീമും. ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ അതിന്റെ എക്സാംസിലായിട്ട് 3-4 വർഷം എഴുതായിരുന്നു. പിന്നെ അങ്ങനെ കണ്ടിന്യൂഷൻ ഒരു 3 മാസം റിപ്പീറ്റ്. മെയിനായിട്ട് നമ്മൾ വായിക്കുക, മെയിനായിട്ട് റിവിഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റൂടെ വായിച്ചു പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വായിച്ചതായിട്ട് ഓർമ്മയുണ്ടാവും. നെഗറ്റീവ് വരുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് കുറെ അറിയുന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ വേണ്ട വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കിട്ടിയില്ല പറഞ്ഞിട്ട് ഡിമോട്ടിവേറ്റ് ആയിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എവിടെയാണെങ്കിലും നമ്മൾ പോയി വർക്ക് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരള ബാങ്ക് സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി റേസ് പ്ലസ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റാങ്ക് മേടിച്ച ഒരാളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് പാലക്കാട് ചിറ്റലഞ്ചേരിയിലാണ്. നമ്മുടെ ശ്രീലക്ഷ്മിയാണ്. ലക്ഷ്മി നിങ്ങൾ പല സ്ഥലത്തും പരിചയപ്പെട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് കണ്ടു കാണും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 2023 പകുതിയോടുകൂടി സഹകാരിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരികയും അതില് ജോയിൻ ചെയ്തു. 24 ലിസ്റ്റിൽ വന്നു അല്ലേടാ? 24 തന്നെ നമ്മുടെ CSCBയുടെ ലിസ്റ്റിൽ ആദ്യ റാങ്ക് മേടിച്ചിട്ട് വന്നു. അപ്പോഴേ ഇങ്ങോട്ട് വരേണ്ടതാണ്, സമയം കിട്ടാത്തതാണ് ശരിക്കും പറഞ്ഞാല്. അപ്പോൾ അതിനുശേഷം എപ്പോഴും നമ്മൾ പറയുന്നത് ഈ ഏത് മേഖലയാവട്ടെ നിങ്ങളുടെ ഭാഗ്യമല്ല, ഉറപ്പായിട്ടും ഹാർഡ് വർക്ക് തന്നെയാണ് പേ ഓഫ് ചെയ്യുന്നത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിജ്ഞാനത്തിന്റെ ലെവൽ വർദ്ധിപ്പിക്കുക അല്ലേ മോളെ? അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ റാങ്ക് ഇതുവരെ പറഞ്ഞില്ല. കേരള ബാങ്ക് 20ാമത്തെ റാങ്ക് ഹോൾഡറാണ് ശ്രീലക്ഷ്മി. അതുപോലെ JSCI പരീക്ഷയിലും നമ്മൾ ഒരു ഉയർന്ന റാങ്ക് പ്രതീക്ഷ നിൽക്കുകയാണ്. ഒരു വരെ കൂടെ വരേണ്ടി വരും. അപ്പൊ എന്തായാലും മക്കളെ കൺഗ്രാറ്റ്സ്. അപ്പൊ നിലവിൽ ഇപ്പൊ അഡ്വൈസ് പ്രതീക്ഷിച്ച് നിൽക്കുന്നു. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഏകദേശം 900 മീറ്റർ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും ആദ്യത്തെ 20ലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ അതില് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആർക്കാണ് സമർപ്പിക്കുന്നത് ഈ വിജയം? വിജയം എന്തായാലും പേരൻസ് തന്നെയാണ്, പിന്നെ സഹകാരി ടീമും. ഒരുപാട് നമ്മൾ റിവിഷൻ ആയിരുന്നു മെയിനായിട്ട്. നമ്മുടെ വീഡിയോ മാത്രമായിരുന്നു ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ PDF ആയാലും എക്സാംസ് ആയാലും അത് മാത്രമായിരുന്നു. ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ആയിരുന്നു. അങ്ങനെ കിട്ടിയതാണ് ഇത്. പക്ഷെ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല 20ാമത്തെ റാങ്കിൽ നിന്നും. അപ്പൊ റിവിഷന്റെ കാര്യം, നിങ്ങൾ ഈ ആദ്യ റാങ്കുകളിൽ വന്ന എല്ലാ പേരുടെയും സ്റ്റോറി എടുത്ത് പരിശോധിച്ചാൽ എത്രത്തോളം തവണ പരീക്ഷ എഴുതിയിട്ട് നോക്കളെ? ഡെയിലി എക്സാംസ്, ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി വരുന്ന പരീക്ഷ. ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ അതിന്റെ എക്സാംസിലായിട്ട് 3-4 വർഷം എഴുതായിരുന്നു. പിന്നെ അങ്ങനെ കണ്ടിന്യൂഷൻ ഒരു 3 മാസം റിപ്പീറ്റ് ആയി ചെയ്തോണ്ടാണ്. അപ്പൊ റിപ്പീറ്റ് റിവിഷന്റെ പ്രാധാന്യം ഞാൻ ലൈവിൽ വന്നിരുന്നു പറയുന്ന സമയത്ത് ചിരിച്ചിട്ടിറങ്ങിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്കൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പഠിക്കേണ്ട ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെടുത്തി മാക്സിമം ക്വസ്റ്റ്യൻസ് തരിക. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വിജയിക്കുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് തലയ്ക്കകത്തേക്ക് ഉറപ്പിക്കുക. ഒരിക്കലും ആ ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിരിക്കില്ല ചോദിക്കും, പക്ഷെ അതിന് ടച്ച് ചെയ്ത കാര്യങ്ങൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമ്മൾ പഠിച്ചതായി ഈ റിവിഷൻ ചെയ്യുമ്പോൾ വായിച്ചതായി ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് റിസ്ക് എടുത്ത് ചെയ്തതാണ്. അതായത് നമുക്ക് ആ ഒരു എലിമിനേഷനിലൂടെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് പുതിയ പരീക്ഷ, ഇത്തരത്തിലുള്ള പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി എന്താ കൊടുക്കാനുള്ളത്? മെയിനായിട്ട് നമ്മൾ വായിക്കുക, മെയിനായിട്ട് റിവിഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റൂടെ വായിച്ചു പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വായിച്ചതായിട്ട് ഓർമ്മയുണ്ടാവും. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉറപ്പായിട്ട് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കില്ല വരുന്നത്, ഉറപ്പാണ്. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും കണക്ഷൻ ഇത് ശരിയാണ്, ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് ശരിയാണ്. അപ്പൊ അത് ശരിയാതെന്നുള്ളത് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി താഴെയുള്ളതിനെ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു ടെക്നിക്കാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോയത്. അതിനോടൊപ്പം നമ്മുടെ ഈ പരീക്ഷാ ഹാളിൽ എത്തിയതിനു ശേഷം, കാരണം ഞാൻ 20 റാങ്കിനകത്തുള്ള ആൾക്കാരോട് ചോദിക്കുന്ന കാര്യമാണ്, നമ്മുടെ ഒരു കമ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതിനുവേണ്ടി എന്തൊക്കെയായിരുന്നു ലക്ഷ്മിയുടെ ടെക്നിക്? എനിക്ക് ടെക്നിക്ക് പറഞ്ഞാൽ JSCIക്ക് ഞാൻ നമ്മള് റിസ്ക് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറച്ച് കുറഞ്ഞത്. JSCIക്ക് നെഗറ്റീവ് വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറെ അറിയുന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ വേണ്ട വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ആൻസർ കീ വന്നപ്പോഴായിരുന്നു ഒരു റിഗ്രറ്റ് വന്നത്. അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ പറഞ്ഞിട്ട്. പിന്നെ കേരള ബാങ്കിൽ പോയപ്പോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അത്രയും നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്തതല്ലേ. അപ്പൊ ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കുറച്ച് നല്ല ടഫ് ആയിരുന്നില്ലേ. പിന്നെയും കുഴപ്പമില്ല, നമുക്ക് എവിടെയെങ്കിലും ഒരു കണക്ഷൻ കിട്ടിയിട്ട് അങ്ങനെ ചെയ്തതായിരുന്നു. അപ്പൊ
കുറച്ച് കയറി അടിക്കുക കയറി അടിക്കുക. അപ്പൊ കുറച്ച് റിസ്ക് എടുത്താലാണ് നമുക്ക് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നി. സാർ റിസ്ക് എടുക്കാനാണ് പറഞ്ഞത്, ഞാൻ റിസ്ക് കുറയ്ക്കാനാണ് പറഞ്ഞല്ലേ. അത് ജയിച്ചേക്ക് അങ്ങനെ ആയപ്പോ എനിക്ക് പിന്നെ കേരള ബാങ്ക് എന്തായാലും കിട്ടണമല്ലോ, അപ്പൊ ഞാൻ കുഴപ്പമില്ല എന്തായാലും നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ റിസ്ക് എടുത്ത. അപ്പൊ റിസ്ക് എടുക്കുമ്പോഴത്തേക്ക് ചുമ്മാ റിസ്ക് എടുക്കില്ല, കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് എടുക്കേണ്ടത് അല്ലേ. കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ട് നമ്മൾ നമുക്ക് അറിയുന്നുള്ള ഒരു ഇതുണ്ടാവില്ലേ, ഒരു സംശയം ഉണ്ടായില്ല നമുക്ക് മനസ്സിലാവും. ഉത്തരങ്ങൾ മുന്നിൽ തിളങ്ങിയായിരുന്നോ? ചെറുതായിട്ട് ചെറിയ ഉത്തരങ്ങളൊക്കെ മുന്നിൽ തിളങ്ങും. എപ്പോഴും പറയാറുണ്ട് പഠിക്കുന്ന കുട്ടികളുടെ മുന്നിൽ ഉത്തരങ്ങൾ തിളങ്ങുമെന്നുണ്ടായിരുന്നു. വളരെ നമുക്കിപ്പം നിലവില് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നമ്മുടെ ഈ മേഖലയിൽ. ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് CSCB-യിലാണെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പൊ പോവല്ലോ, നിങ്ങളൊക്കെ പോകുന്ന വേക്കൻസി ഡയറക്റ്റ്ലി CSCB റിപ്പോർട്ട് ആകാൻ പോവാണ്. അപ്പൊ അങ്ങനെ വരുന്ന വേക്കൻസികളിലേക്ക് വഴി പഠിക്കാൻ വരുന്ന ഉദ്യോഗാർത്ഥികള് ഒരുപാട് പേര് ചിലരായിരിക്കും നമ്മുടെ വീട്ടിന്റെ അടുത്തൊരു ബാങ്ക് വരെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണ് അല്ലേ. ഞാൻ അങ്ങനെ പഠിച്ചു തുടങ്ങിയത് അത് കിട്ടിയില്ലല്ലോ. ഇല്ല. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. എന്റെ പഞ്ചായത്തിൽ ബാങ്കിൽ വരണ ആ സമയം ഞാൻ നേടുന്നുണ്ട്, ആ സമയത്താണ് ജോയിൻ ചെയ്യണേ, എന്നിട്ട് അതിൽ പറ്റില്ല, അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇനി പിന്നെ തുടങ്ങാമെന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ കേരള ബാങ്കിൽ ഇച്ചിരി ബാക്കിലോട്ട് ആയി പോയിട്ട് ഇനി ഇതിൽ അടിക്കണമെന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാം കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? സന്ദേശം പറഞ്ഞാൽ നമ്മളിപ്പോ കിട്ടിയില്ല പറഞ്ഞിട്ട് ഡീമോട്ടിവേറ്റ് ആയി ഇരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എവിടെയാണെങ്കിലും നമ്മൾ പോയി വർക്ക് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. വർക്ക് ചെയ്യാം, എന്തായാലും നമുക്ക് കിട്ടും ഒരു ദിവസം, ഉറപ്പാണ്. ഞാൻ 2 വർഷമായി ഹാർഡ് വർക്ക് ചെയ്ത ആളാണ്, അപ്പൊ എന്തായാലും കിട്ടും. ഓക്കെ, ശരി.